നല്ല ഉഗ്രം പടം കേട്ടോ. ഭയങ്കര രസമുള്ള വളരെ സിമ്പിളായിട്ടുള്ള സിനിമ. ഈ പറഞ്ഞ പോലെ വലിയ സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ലാത്ത പടമാണെന്നും പറഞ്ഞ് ആരും കാണാതിരിക്കരുത്. തീർച്ചയായും തിയേറ്ററിൽ ഒന്ന് കാണണം. കാരണം സിനിമയുടെ ക്ലൈമാക്സിൽ ഇൻ്റർവെല്ലിനൊരു അരമണിക്കൂർ മുമ്പ് പടം ഒരു കയറ്റം കയറുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു അംബ്രല്ല ടേമിൽ നോക്കിയാൽ സോഷ്യലിസം എങ്ങനെയാണ് നല്ല ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ നല്ലൊരു സിനിമയാണ്. എല്ലാവരും ആ തുടക്കം ഒരു കുറച്ച് സമയം നമ്മളൊന്ന് അങ്ങനെ ഒരു പതുക്കെയാണ് ബിൽഡ് ചെയ്ത് വരുന്നത്. ആ ഒരു പിള്ളേരുടെ ഒരു വേൾഡ് ബിൽഡ് ചെയ്ത് വരുന്നത് പതുക്കെയാണ്. ഇൻ്റർവെല്ലിനൊരു അരമണിക്കൂർ മുമ്പ് പടം ഒരു കയറ്റം കയറുന്നുണ്ട്. പിന്നെ ക്ലൈമാക്സ് വരെ ഒരു ഒറ്റ പോക്കാണ്. അടിപൊളിയായിട്ടുണ്ട്. നല്ല രസമാണ്. ഡയറക്ഷൻ ആയാലും മ്യൂസിക് അടിപൊളിയാണ്. ജയരിച്ചേട്ടനാണ് മ്യൂസിക് BGM എല്ലാം അടിപൊളിയാണ്. പിള്ളേരുടെ പെർഫോമൻസും അടിപൊളിയായിരുന്നു. അടിപൊളി പടമാണ്. ഈ പറഞ്ഞ പോലെ വലിയ സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ലാത്ത പടമാണെന്നും പറഞ്ഞ് ആരും കാണാതിരിക്കരുത്. തീർച്ചയായും തിയേറ്ററിൽ ഒന്ന് കാണണം. കാരണം സിനിമയുടെ ക്ലൈമാക്സിൽ നമുക്കൊരു സാധനം കാണിക്കുന്നുണ്ട്. അത് ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അത്യാവശ്യമായിട്ട് വരേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ സ്കൂളുകളെല്ലാം പാലിക്കേണ്ടതാണ്. KB ഗണേഷ് കുമാറിൻ്റെ സാറിൻ്റെ സ്കൂളിൽ ഈ സിനിമയ്ക്ക് ശേഷം ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അത് കേരളത്തിലെ എല്ലാ സ്കൂളിലും കൊണ്ടുവരേണ്ടതാണ്. അതെന്താണെന്നുള്ള സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പെർഫോമൻസ് എല്ലാം അടിപൊളിയായിരുന്നു. അജു വർഗീസിൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസുകളിലൊന്നാണ്. ജോണി ആൻ്റണി ആണെങ്കിലും അതുപോലെ സൈജു കുറുപ്പിൻ്റെ ഗസ്റ്റ് പെർഫോമൻസ് ആണെങ്കിലും കുട്ടികളുടെ ക്യാരക്ടർ ചെയ്തിട്ടുള്ളവരാണെങ്കിലും എല്ലാവരും നല്ല പെർഫോമൻസാണ് ചെയ്തിട്ടുള്ളത്. ഇത്രയും വലിയൊരു ഒരു കുട്ടികളെ വെച്ചുകൊണ്ടുള്ള സിനിമ ഇത്രയും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. അവർക്ക് ചെറിയ ബഡ്ജറ്റിലാണ് ആ സിനിമ ചെയ്തിട്ടുള്ളത്. എന്നാൽ പോലും വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും തിയേറ്ററിൽ വന്നു തന്നെ സിനിമ കാണണം. ഇന്നത്തെ രാഷ്ട്രീയം പറയുന്നുണ്ടോ? പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ സാധനം പൊളിറ്റിക്സ് പറയാൻ വേണ്ടി ഈ സിനിമയിൽ പറയുന്നില്ല. പക്ഷേ ഈ സിനിമ കാണുന്നവർക്ക് ഒരു രാഷ്ട്രീയം കിട്ടും. ആ രാഷ്ട്രീയം കണക്റ്റ് ആയാൽ നല്ലതാണ്. അത് ഇന്നത്തെ സൊസൈറ്റിക്ക് നല്ലതാണ്. അതാണ്. അങ്ങനത്തെ ഒരു പടമല്ല. ബേസിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാണിക്കക്കല്ലൊക്കെ നമ്മളെ കാണുമ്പോൾ ഒരു അധ്യാപകൻ വിദ്യാർത്ഥി ബന്ധം, ഒരു കുട്ടിയെ സപ്പോർട്ട് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി അധ്യാപനം നടത്തുന്ന ശ്രമം, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ അങ്ങനെയല്ല ഈ സിനിമ കുട്ടികളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഇത് കുട്ടികളുടെ മാത്രം കഥയല്ല. ഇത് ഒരുപാട് ക്യാരക്ടേഴ്സിൻ്റെ ലൈഫുണ്ട്. അതിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സിനും കൃത്യമായിട്ട് ഒരു ക്യാരക്ടർ ആർക്കുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമയാണ്. അപ്പോൾ തീർച്ചയായും ഇതൊരു കുട്ടികളുടെ സിനിമയാണെന്ന് മാത്രം കരുതി മാറ്റി നിർത്തരുത്. എല്ലാ തരത്തിലും ഓഡിയൻസിന് പറ്റുന്നൊരു സിനിമയാണ്. നല്ല ഉഗ്രം പടം കേട്ടോ. ഭയങ്കര രസമുള്ള വളരെ സിമ്പിളായിട്ടുള്ള സിനിമ. വിലേഷ് നമ്മുടെ സുഹൃത്താണ്. പക്ഷെ അങ്ങനത്തെ ഒരു ബയസും ഇല്ലാതെ ആ സിനിമ കാണാമെന്ന് ഭയങ്കര ബ്യൂട്ടിഫുൾ ഫീൽ ചെയ്യുന്ന ഒരു മൂവിയാണ്. ഭയങ്കര നൊസ്റ്റാൾജിക്കാണ്. രസമായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പാട്ടായാലും അതിൻ്റെ സ്കോറിംഗ് ആയാലും സ്ക്രിപ്റ്റ് ആയാലും അതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ ആയാലും ഭയങ്കര രസമുള്ള ഫീൽ ഗുഡ് ഒരു പരിപാടി. അതിന് മനസ്സ് നിറഞ്ഞ സിനിമ കണ്ടത്. നല്ല രസമുള്ള പടം. പിള്ളേരെ കൊണ്ടൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സ് ആണെങ്കിലും നല്ല രസമുണ്ട്. രാഷ്ട്രീയമൊന്നുമില്ല. പിള്ളേരെ എന്താ പറയുക, പിള്ളേരൊക്കെ എന്താണ് സ്കൂളിൽ ഉണ്ടാകുമ്പോഴുള്ള മത്സരങ്ങളും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നല്ലൊരു മെസ്സേജും നല്ല സ്ക്രിപ്റ്റാണ്. നല്ല രസമായിട്ട് എല്ലാവർക്കും ഒരു ഫാമിലിയായിട്ട് വന്നിരുന്ന് കാണാൻ പറ്റുന്ന, കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന, എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു സിനിമ. സിനിമ സംസാരിക്കുന്നത് ഒരു സ്കൂളിലെ ഒരു എങ്ങനെയായിരിക്കണം, ഒരു സ്കൂളിലെ ടീച്ചേഴ്സ് അധ്യാപകർ എങ്ങനെയായിരിക്കണം, കുട്ടികൾ എങ്ങനെ പെരുമാറണം. അതിനൊരു ടീച്ചിങ് അല്ലാതെ നമുക്ക് ഭയങ്കര ടീച്ചിങ് ആയിട്ട് പറഞ്ഞു തരാതെ രസകരമായ സ്ക്രിപ്റ്റിൽ കൂടെ അവർ പറഞ്ഞു തന്നിരിക്കുന്നത്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു അംബ്രല്ല ടേമിൽ നോക്കിയാൽ സോഷ്യലിസം എങ്ങനെയാണ് കൃത്യമായി നമുക്കൊരു സമൂഹത്തിൽ ഒരു സ്കൂളിൽ പറയാൻ പറ്റുന്നെന്ന് ആ സിനിമ പറയുന്നുണ്ട്. അതിനകത്തൊരു പൃഥ്വിരാജ് എന്നൊരു പയ്യൻ ക്യാരക്ടർ ചെയ്യുന്നൊരു പയ്യൻ അവൻ്റെ ഫാനായിപ്പോയി. അസാധ്യ പെർഫോമറാണ്. എല്ലാവരും നല്ല പെർഫോമൻസാണ്. പിള്ളേരെല്ലാം ഇപ്പോൾ നമുക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്. കണ്ണൻ നായരായാലും ആനന്ദ് മന്മഥനായാലും അങ്ങനെ ഒരുപാട് പേര് എൻ്റെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ കുട്ടികളാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ പൃഥ്വിരാജ് എന്നൊരു ക്യാരക്ടർ കൈകാര്യം ചെയ്തൊരു പയ്യൻ, പേരെനിക്കറിയില്ല. കൊള്ളാം. നല്ല ഫിലിമാണ്. കുട്ടികളുടെ എല്ലാം കൊള്ളാം. നല്ല ഫിലിമാണ്. പിന്നെ നന്നായിട്ട് ഇഷ്ടമായി. പൊളി സിനിമ, സൂപ്പർ സിനിമ. ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ കുട്ടികളുടേതായിട്ടുള്ള അഭിനയമാണ് ഈ കിടു. അടിപൊളി സിനിമ. രാഷ്ട്രീയമൊന്നുമില്ല. രാഷ്ട്രീയമൊന്നുമില്ല. കുട്ടികളുടേതായിട്ടുള്ള നമ്മളും പഴയ കാലത്തിലോട്ട് പോയ ഒരു ഓർമ്മ. നല്ല പടം പറഞ്ഞു വയ്ക്കുന്നത് നമ്മളെ കുട്ടികളുടെ ഇടയിലുള്ള ഒരു സ്കൂൾ ലൈഫിലെ ഒരു കുറച്ച് ഇതൊക്കെ ഇൻസിഡൻസ് ആണ്. അല്ലാതെ വേറെ രാഷ്ട്രീയപരമൊന്നുമില്ല ഇതിനകത്ത്. മെസ്സേജ് എന്ന് പറയാൻ പറ്റില്ല. നമ്മളൊരു സ്കൂൾ ലൈഫിൽ നടക്കുന്ന ചെറിയ മൊമെൻറ്റ്സിലൊരു മൊമെൻ്റ് ആയിരിക്കും അതിൽ വേറെ.